യേശുവേ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം. ഹാലേലൂയ ഹാലേലൂയ. കർത്താവേ കർത്താതി കർത്താവേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. രാജാതിരാജാവേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. കർത്താവേ ഏകനായിരുന്ന മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. ഹാലേലൂയ. നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു. കർത്താവേ നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നേനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവം മക്കളുടെ മധ്യത്തിലായിരിക്കാൻ സർവശക്തനായിരിക്കുന്ന ദൈവം അടിയുടെ ജീവിതത്തിനും ഒരുക്കി തന്ന അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനരാത്രി നാം ആയിരുന്നിടത്തൊക്കെയും നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്തോത്രം. നാൾ തോറും നമ്മുടെ ഭാരങ്ങളെ ചുമന്ന് വഴി നടത്തുന്ന ദൈവം സ്തോത്രം. ഹല്ലേലൂയ. തന്റെ ഉള്ളം കരത്തിൽ വഹിച്ച് നമ്മെ കാത്തു പരിപാലിച്ച് ശ്രേഷ്ഠകരമായി അത്ഭുതകരമായിട്ട് നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും തന്ന് അനിമിഷം നമ്മെ പോറ്റി പരിപാലിക്കുന്ന ദൈവത്തിന്റെ കൃപകൾക്കായിട്ട്, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. നമ്മുടെ കഴിവല്ല, നമ്മുടെ മിടുക്കല്ല നാം ആയിരിക്കുന്നത്, ദൈവത്തിന്റെ കൃപ മാത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നാം ഇന്ന് ജീവനോടെ മധ്യത്തിലായിരിക്കുന്ന ഈ കർത്താവ് നമ്മോട് കാണിച്ച ഒരു കൃപ, ദൈവം നമ്മോട് കാണിച്ച ദയ, ഹല്ലേലൂയ, അത് മാത്രമായിരിക്കാം. ദൈവത്തെ സ്തുതിക്കാം. ആ ദൈവത്തിന്റെ കൃപകളെ ഓർത്ത് സ്തോത്രം, ദൈവത്തിന്റെ കരുതലിനെ ഓർത്ത് ഹല്ലേലൂയ നന്ദിയോടെ കർത്താവിന്റെ പാദപീഠത്തിൽ ഇപ്പോൾ കാലമായിരിക്കാം. സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുവാനായിട്ടിടയെ തരും. ഹല്ലേലൂയ. നമ്മൾ ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ കരം ചലിക്കും. ഏകനായിരുന്നു മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം ഇപ്പോൾ കാലം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുവാനായിട്ടിടയെ തരും. ഒന്നിനും ഒരു മുടക്കം വരാതെ, ഒന്നിനും ഒരു കുറവില്ലാതെ വേണം ജയത്തോടെ നടത്തുന്ന സർവശക്തനായ ദൈവത്തിന്റെ കരത്തിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവിനോട് ചേർന്ന് നിൽക്കാം. ഹല്ലേലൂയ. നിങ്ങൾ എന്നോട് അടുത്ത് വരുവേ, ഞാൻ നിന്നോട് അടുത്ത് വരാമെന്ന് അറിയിച്ചത് ആ കർത്താവിന്റെ അടുക്കിലേക്ക് വന്ന് അടുത്ത് ചെന്നുകൊണ്ട് കർത്താവുമായിട്ട് ചേർന്ന് നടക്കാം. സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. ആമേ. തിരുവചന ചിന്തയിലേക്ക് കടന്നു വരാം. നിങ്ങളുടെ അപേക്ഷകളെ സ്വർഗത്തിലെ ദൈവം നിവർത്തിച്ചു തരും. ഈ പൽക്കാലം പ്രിയ ദൈവ പൈതലേ സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ഇന്ന് നാം അപേക്ഷിച്ച ചില വിഷയങ്ങളുടെ നടുവിൽ അത് നിവർത്തീകരിക്കപ്പെടുമെന്ന് വിശ്വസിക്കാൻ. സ്തോത്രം. നമ്മുടെ അപേക്ഷകളെ നിവർത്തിച്ചു തരുവാൻ കഴിയുന്ന സ്വർഗത്തിലൊരു ദൈവം ഉണ്ട്. സ്തോത്രം. നമ്മൾ ഒത്തിരി അപേക്ഷിക്കുന്നുണ്ടായിരിക്കാം, പല വിഷയങ്ങൾ പലരോടും ചെന്ന് അപേക്ഷിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ അവർ നമ്മുടെ അപേക്ഷകളെ നിരസിച്ച് കളയുമ്പോൾ, അവർ നമ്മുടെ അപേക്ഷകളൊക്കെ റിജക്റ്റ് ചെയ്ത് കളയുമ്പോൾ, നമ്മുടെ അപേക്ഷകളെ ഉപേക്ഷിക്കാത്ത ദൈവം, നമ്മുടെ അപേക്ഷകളെ നിരസിച്ച് കളയാത്ത ദൈവം ഈ പൽക്കാലം ദൈവസനി വച്ച് അപേക്ഷിക്കുന്ന ഓരോ വിഷയങ്ങളുടെ നടുവിലും ദൈവം അതിനെ നിവർത്തിച്ച് തരുമെന്ന് വിശ്വസിക്കുക. അങ്ങനെ നിങ്ങളുടെ അപേക്ഷകൾ നിവർത്തിക്കപ്പെടുന്ന പകൽക്കാലം അത്രേ. നാളുകളായി ദൈവസനിൽ അപേക്ഷിച്ചത്, എന്റെ അപേക്ഷ ദൈവം നിരസിച്ച് കളഞ്ഞോ, എന്റെ അപേക്ഷ ദൈവം കേട്ടില്ലയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഈ പൽക്കാലം ഈ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഭവനത്തിനകത്ത് നിങ്ങൾ അപേക്ഷിച്ച വിഷയങ്ങൾ നിവർത്തിക്കപ്പെടുന്ന പകൽക്കാലം അത്രേ. നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി നീ അപേക്ഷിച്ചത്, നിങ്ങളുടെ കുടുംബജീവിതത്തിനു വേണ്ടി നിങ്ങൾ അപേക്ഷിച്ചത്, നിങ്ങൾ വ്യക്തിപരമായി ചില വിഷയങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചത്, ഇത് നടന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ അപേക്ഷിച്ചതിനെ സ്വർഗത്തിലെ ദൈവം ഈ പകൽക്കാലം നിങ്ങൾക്ക് വേണ്ടി നിവർത്തിച്ചു തരും. ഹല്ലേലൂയ. അങ്ങനെ വിശ്വസിക്കുക. അപേക്ഷകൾ നിവർത്തീകരിക്കപ്പെടുന്ന, അപേക്ഷകൾ നൽകുന്ന അപേക്ഷയുടെ മറുപടി നൽകുന്ന പകൽക്കാലം അത്ര. സ്തോത്രം. സങ്കീർത്തന പുസ്തകം 20-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ ഒടുവിലത്തെ ഭാഗത്ത് കാണുവാൻ സാധിക്കുന്നു, യഹോവ നിന്റെ അപേക്ഷകളൊക്കെയും നിവർത്തിക്കുമാറാകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഈ പൽക്കാലം ദൈവസന്നിധി പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവേ, എന്റെ അപേക്ഷകളൊക്കെയും നിവർത്തിക്കപ്പെടുന്ന ഒരു പകൽക്കാലമായി തീരട്ടെ എന്ന്. സ്തോത്രം. ഹല്ലേലൂയ. നാം ഒത്തിരി ദൈവസന്നിധിയിൽ ഹല്ലേലൂയ അപേക്ഷിച്ചില്ലേ, ഒത്തിരി അപേക്ഷകളെ. ഹല്ലേലൂയ. ആ അപേക്ഷകളൊക്കെയും സ്തോത്രം ഈ പകൽക്കാലം നമ്മുടെ ജീവിതത്തിനകത്ത് നിവർത്തീകരിക്കപ്പെടുമെന്ന് വിശ്വസിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. അത് അങ്ങനെ തന്നെ സംഭവിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. 1 ദിനവൃത്താന്ത പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കതിൽ കാണുവാൻ സാധിക്കുന്നു, 4-ാം അധ്യായത്തിനകത്ത് അവിടെ യബേസ് ദൈവസന്നിധിയിൽ ഒരു അപേക്ഷ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. തിരുവചനത്തിൽ പുതിയ നിയമത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഫിലിപ്പിയർ 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ അപ്പോസ്തലൻ പൗലോസ് എഴുതി വെച്ചു, ഇതിനെക്കുറിച്ച് വിചാരപ്പെടേണ്ട, എല്ലാത്തിലും ആ പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടി ദൈവത്തോട് അറിയിക്കുക അത്ര വേണ്ടത്. അങ്ങനെയൊക്കെ ഈ പകൽക്കാലം പ്രിയ ദൈവമക്കളെ സ്തോത്രം, നമ്മുടെ
വിചാരങ്ങളെയും ആകുലതകളെ നിരാശകളെ മാറ്റിവച്ചിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടും അപേക്ഷയോടും നമ്മുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടു കൂടി ഈ പകൽക്കാലം അറിയിക്കുക. നമ്മുടെ വിചാരങ്ങൾ മാറട്ടെ, നമ്മുടെ ആകുലതകൾ മാറട്ടെ. സ്തോത്ര. നമ്മൾ വിചാരപ്പെട്ടിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കുവാൻ കഴിയില്ല, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ അപേക്ഷിക്കുവാൻ കഴിയാത്തവണ്ണ നമ്മുടെ മുമ്പിൽ വിചാരമായി കടന്നു വരുന്ന വിഷയങ്ങളെ നമ്മൾ മാറ്റിവച്ചിട്ട് ദൈവസന്നിധിയിൽ സ്തോത്ര നമ്മുടെ വിഷയത്തിന് പരിഹാരം തരാൻ കഴിയുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ അപേക്ഷയായി കൊടുക്കുക. സ്തോത്ര. നമ്മുടെ അപേക്ഷകൾ ഈ പകൽക്കാലം നിവർത്തീകരിക്കപ്പെടുക. നമ്മുടെ അപേക്ഷകൾ ദൈവം നമുക്ക് നൽകുവാനായിട്ട് ഇടയായിത്തീരും. ഇവിടെ യബ്ബേസ് 1 ദിനവൃത്താന്ത പുസ്തകം 4-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോ ദൈവത്തോട് ഒരു അപേക്ഷ കൊടുക്കുന്ന ഒരു പ്രാർത്ഥന, യബ്ബേസിന്റെ പ്രാർത്ഥന അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അത് 4-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു: യബ്ബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതിര് വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടിയിരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതവണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. ആമേൻ. സ്തോത്ര. അങ്ങനെ പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം നീ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നു വന്ന് ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് ദൈവസനി കൊടുക്കുന്ന അപേക്ഷയെ സ്വർഗത്തിലെ ദൈവം നിനക്ക് നിവർത്തിച്ച് തരും. ഹല്ലേലൂയ. അവിടെ കാണുവാൻ സാധിക്കുന്നു, അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. അങ്ങനെയൊക്കെ നിങ്ങൾ ഇന്ന് അപേക്ഷിക്കുന്നതിനെ ദൈവം നിങ്ങൾക്ക് നൽകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നവരുടെ മേൽ ഈ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ചലിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്ര. വിശ്വസ്തയോട് കൂടി ദൈവത്തിന്റെ മുഖത്തു നോക്കിക്കൊണ്ട് ആര് ദൈവത്തിനെ വിളിച്ചപേക്ഷിക്കുന്നുവോ ആ അപേക്ഷകളെ ഉപേക്ഷിക്കാത്തൊരു ദൈവം, ആ അപേക്ഷകളെ സ്തോത്രം ഹല്ലേലൂയ സീല് വെച്ച് നമുക്ക് മറുപടി തരുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ ഏത് വിഷയത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ അപേക്ഷിക്കുന്നു? നിന്റെ തലമുറയുടെ വിഷയത്തിനകത്താണ് ഒരു വിടുതലിന് വേണ്ടി അപേക്ഷിക്കുന്നത്. ഇവിടെ സ്തോത്രം യബ്ബേസ് ചെയ്യുന്ന ഒരു കാര്യം, പറയുന്ന ഒരു കാര്യമുണ്ട്: എന്നെ കാക്കുകയും ചെയ്തെങ്കിൽ കൊള്ളാമായിരുന്നു. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കടന്നു വന്ന ഒരു വിടുതൽ ലഭിച്ചിരുന്നുവെങ്കിൽ ഇതിനകത്തൊന്ന് അവൻ കടന്നു പോകാൻ തൊട്ട് മുമ്പിലത്തെ വാക്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യബ്ബേസ് തന്റെ സഹോദരന്മാർക്ക് ഏറ്റവും മാന്യനായിരുന്നു. എന്നാൽ അവന്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോട് പ്രസവിച്ചു എന്ന് പേര് പറഞ്ഞാണ് അവന് യബ്ബേസ് എന്ന് പേരിട്ട്. ഒരു വ്യസന പുത്രൻ എന്ന പേര് അവന്റെ ജീവിതത്തിൽ കടന്നു വന്നു. അവൻ സഹോദരന്മാരെക്കാൾ ഒരു മാന്യനാണ്. നോക്കിക്കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ എല്ലാം ഉണ്ട് എങ്കിലും തന്നെ പേരിട്ടിരിക്കുന്ന ഒരു വ്യസന പുത്രൻ. കല്ലില. ആ പേര് കൊനകത്ത് സ്തോത്രം കല്ലില. അവനകത്തൊരു ബ്ലെസ്സിങ് വെളിപ്പെടുകയല്ല. അവന്റെ അമ്മയിട്ട പേരിനകത്ത് അവനൊരു ബ്ലെസ്സിങ് അല്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവൻ ദൈവസ്വനിലേക്ക് കടന്നു വന്നുകൊണ്ട് വിശ്വസ്തയോടെ നിന്നുകൊണ്ട് ദൈവത്തോട് താൻ അവൻ ഒരു അപേക്ഷ കഴിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ചിലപ്പോൾ നമുക്ക് എല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ഒരു അനുഗ്രഹം വെളിപ്പെടണമെങ്കിൽ, ആ ഒരു നന്മയെ നാം അനുഗ്രഹമായിട്ട് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കണമെങ്കിൽ ദൈവത്തിന്റെ ബ്ലെസ്സിങ് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണം. ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടാൽ മാത്രമേ അതിന്റെ നന്മ അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. ഇവിടെ കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് യബ്ബേസ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് നാം ഇന്ന് വായിച്ചത്. സ്തോത്രം. അവിടെ പറയുന്നു, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം. 4 കാര്യങ്ങളെ അവിടെ വ്യക്തമായി യബ്ബേസ് ദൈവസന്നിധി ലഭിച്ചിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ദൈവത്തോട് അപേക്ഷിക്കുന്നുണ്ട്. സ്തോത്രം. അങ്ങനെ ഈ പൽക്കലം നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ കാണുന്ന ദൈവം, എന്റെ ജീവിതത്തിൽ ഇതൊക്കെ നടന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ചിന്തിക്കുന്ന ദൈവ പൈതലേ, നീ മൗനമായിട്ടിരിക്കാതെ നീ ദൈവസന്നിധി വ്യക്തമായി നിന്റെ വിഷയങ്ങളെ ഒന്ന് അപേക്ഷിക്കാൻ തുടങ്ങി. സ്തോത്രം. നമുക്കറിയാം, നാം ഒരു കമ്പനിയിൽ ഒരു അപേക്ഷ കൊടുക്കുമ്പോൾ എങ്ങനെയെങ്കിലും കൊടുക്കത്തില്ല. അതിനൊരു ഫോർമാലിറ്റി കാണും. അതിലെല്ലാ കാര്യങ്ങളും എന്തെല്ലാം ചെയ്യേണ്ടതായിട്ടുണ്ട് അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കാം നാം ഒരു അപേക്ഷ കൊടുക്കുന്നത്. അങ്ങനെയെങ്കിൽ അതേ രീതിയിൽ സ്തോത്രം നാം കർത്താവിന്റെ അടുക്കൽ ചെന്ന് നമ്മെ തന്നെ സമർപ്പിച്ച് വിശ്വസ്തയോടുകൂടി പരമാർത്ഥതയോടുകൂടി നീ കർത്താവിന്റെ സന്നിധിയിൽ നിന്റെ അപേക്ഷകളെ ഇന്ന് കൊടുക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ നിന്റെ അപേക്ഷകളെ ദൈവം തമ്പുരാൻ നിനക്കിന്ന് നൽകുവാനായിട്ട് ഇടയായിത്തീരും. ഇവിടെ യബ്ബേസ് തന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയെ, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച്.
ഹല്ലേലൂയ. എന്റെ തൊട്ട് മുമ്പത്തെ ഭാഗത്ത് കാണുവാൻ സാധിക്കുന്നത് സഹോദരന്മാർക്ക് അവനൊരു മാന്യനാണ്, പക്ഷേ അവന്റെ മേലുള്ള ആ ബ്ലെസ്സിങ് ഹല്ലേലൂയ വെളിപ്പെട്ടു വരണമെങ്കിൽ എബേസ് ഒന്ന് തിരിച്ചറിഞ്ഞു. സ്തോത്രം. ദൈവത്തിന്റെ ബ്ലെസ്സിങ് വെളിപ്പെടണം, ദൈവത്തിന്റെ അനുഗ്രഹം വെളിപ്പെടണം. അതുകൊണ്ട് നമുക്ക് സ്തോത്രം തിരുവചനത്തിൽ കടന്നു വരുമ്പോൾ കാണുവാൻ സാധിക്കുന്നു, യാബോക്കിന്റെ കടവിൽ വെച്ചുകൊണ്ട് യാക്കോബ് തന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. സ്തോത്ര, നീ എന്നെ അനുഗ്രഹിക്കണം. ഹല്ലേലൂയ. നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ല ഞാൻ നിന്നെ വിടുകയില്ല എന്ന് അവിടെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഒരു വടിയുമായി പോയ യാക്കോബ് രണ്ട് കൂട്ടമായി കടന്നു വന്നുവെങ്കിൽ തന്റെ മേലുള്ള ആ അനുഗ്രഹത്തെ അതിന് അനുഭവിക്കുവാൻ കഴിയാത്തവണ ആ ഒരു അനുഗ്രഹം യഥാർത്ഥമാണ് എന്ന് സ്തോത്രം അവന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരാൻ കഴിയാതിരിക്കുമ്പോ യാക്കോബ് ഒരു കാര്യം തിരിച്ചറിഞ്ഞ്, ദൈവത്തിന്റെ അനുഗ്രഹമില്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം സ്തോത്രം ഞാൻ ചിലപ്പോൾ സ്വാഭാവികമായി ചിന്തിച്ച നമ്മുടെ ഭവനത്തിനകത്ത് എല്ലാം കാണുമായിരിക്കാം, ചുറ്റുപാടുകളൊക്കെ കൊള്ളാമായിരിക്കാം, പക്ഷെ നാം പറയുന്നില്ലേ സ്തോത്രം ഹല്ലേലൂയ, എന്തോ എല്ലാം ഉണ്ട് എങ്കിലും ഒരു വേണ്ടുവണ്ണം സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നില്ല, വേണ്ടുവണ്ണം ഒരു നന്മ, ആ നന്മയുടെ അനുഗ്രഹത്തെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോ ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, അതിനകത്തൊരു ദൈവത്തിന്റെ അനുഗ്രഹം വെളിപ്പെടേണ്ടതിനായിട്ട്, ആ ദൈവത്തിന്റെ ബ്ലെസ്സിങ് നിന്റെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടാൽ മാത്രമേ നമുക്ക് എന്തുണ്ടായാലും അതിനെ സന്തോഷത്തോടെ അനുഭവിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അത് മനസ്സിലാക്കിയിട്ട് യാബോക്ക് യാക്കോബ് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. സ്തോത്ര. അതേ രീതി ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എബേസ് തന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിക്കണം. ഹല്ലേലൂയ. അതേ സ്തോത്രം. ഹല്ലേലൂയ. മനുഷ്യരുടെ ബ്ലെസ്സിങ്ങിന് വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത്, ദൈവം എന്നെ നിശ്ചയമായിട്ടും അനുഗ്രഹിക്കണം. സ്തോത്ര. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ സ്തോത്രം, ദൈവത്തിന്റെ ചില അനുഗ്രഹങ്ങൾ ഈ പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കാം. നീ എന്റെ തലമുറകളെ ഒന്ന് അനുഗ്രഹിക്കണം, എന്റെ കുടുംബത്തെ ഒന്ന് അനുഗ്രഹിക്കണം, എന്റെ ബിസിനസ് മേഖലയെ ഒന്ന് അനുഗ്രഹിക്കണം, എന്റെ ജോലി മേഖലയെ ദൈവം അനുഗ്രഹിക്കണം, എന്റെ ആത്മീയ മേഖലയെ ഒന്ന് അനുഗ്രഹിക്കണം, എന്റെ ശുശ്രൂഷ മേഖലയെ ദൈവം ഒന്ന് അനുഗ്രഹിക്കണം എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് തുടങ്ങാമോ? ഹല്ലേലൂയ. നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടി പലയിടത്തും പോകുമ്പോൾ നിന്നെ അനുഗ്രഹിപ്പാൻ കഴിയുന്ന, നിന്നെ വിടുവിപ്പാൻ കഴിയുന്ന ഹല്ലേലൂയ ഒരു സർവശക്തനായ ദൈവമുണ്ട്. ആ ദൈവത്തോടൊന്ന് അപേക്ഷിച്ച് തുടങ്ങ്, നീ എന്നെ നിശ്ചയമായിട്ടും അനുഗ്രഹിക്കുക. ഹല്ലേലൂയ. നീ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലരെ ഭവനത്തിനകത്തേക്ക് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ, ദൈവത്തിന്റെ ബ്ലെസ്സിങ് നിങ്ങളുടെ ഭവനത്തിനകത്ത് വെളിപ്പെടാൻ പോകുക. നാളുകളായി നിങ്ങൾ ആഗ്രഹിച്ചിട്ട് നടക്കാത്ത ചില വിടുതലുകൾ, അനുഗ്രഹത്തിന്റെ മാരികൾ ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ഭവനത്തിനകത്ത് വെളിപ്പെടാൻ പോകുക. ചില അനുഗ്രഹങ്ങളുടെ വഴികളെ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോകുക. ചില അനുഗ്രഹത്തിന്റെ ഹല്ലേലൂയ ഉറവകൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോകുക. സ്തോത്ര. എബേസ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നാം ദൈവസനി കൊടുക്കുന്നത്, ഞാൻ പറയില്ല, ഒരു കമ്പനിക്കകത്ത് നാം ഒരു അപേക്ഷ കൊടുക്കുന്നതിന് അതിന് ദൃഢമായിട്ടുള്ള ഉറപ്പുള്ള ചില വാക്കുകൾ കാണും, ഇന്നത് ഇന്നത് ഇന്നതെന്ന്. അങ്ങനെക്ക് ദൈവത്തോട് നീ വ്യക്തമായി ഒന്ന് സംസാരിച്ചു തുടങ്ങ്, നീ ദൈവത്തോട് വ്യക്തമായി അപേക്ഷിച്ചു തുടങ്ങ്. ഹല്ലേലൂയ. അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് നാം പറയാതെ, കർത്താവേ ഞാൻ മുന്നോട്ട് പോകാൻ, എന്റെ ജീവിതത്തിൽ ഇത് ആവശ്യമാണ്, എനിക്ക് മുന്നോട്ട് യാത്ര ചെയ്യുവാൻ, എന്റെ ജീവിത യാത്രയ്ക്ക് വേണ്ടി ഇതെനിക്ക് ആവശ്യമാണ് എന്ന് പറഞ്ഞ് നീ ചില കാര്യങ്ങളെ ദൈവത്തോടൊന്ന് അപേക്ഷിച്ചു തുടങ്ങ്. ഹല്ലേലൂയ. അവിടെ രണ്ടാമത് കാണുവാൻ സാധിക്കുന്നുണ്ട്, നീ എന്നെ അനുഗ്രഹിച്ച് എന്റെ അതിര് വിസ്താരമാക്കണം. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ അതിന് വിസ്താരമായി തീർണമെങ്കിൽ ഹല്ലേലൂയ എബേസിന് അറിയാം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ അനുഗ്രഹം തന്റെ ജീവിതത്തിൽ വെളിപ്പെടണം. സ്തോത്രം. പ്രിയതേ മക്കളെ, സ്തോത്രം. എബേസ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, നീ എന്റെ അതിര് വിസ്താരമാക്കണം. ഹല്ലേലൂയ. നാം ഇട്ടിരിക്കുന്ന അതിർവരമ്പുകൾ കാണാം. ഹല്ലേലൂയ. ലോകം നമ്മെ നോക്കിയിട്ടിരിക്കുന്ന അതിർവരമ്പുകൾ കാണാം. നമ്മുടെ തലമുറയുടെ മേൽ നാം ഇട്ടിരിക്കുന്ന അതിർവരമ്പുകൾ കാണുമായിരിക്കാം. നമ്മുടെ ജോലി മേഖലയിൽ നാം ഇട്ടിരിക്കുന്ന അതിർവരമ്പുകൾ കാണുമായിരിക്കാം. ശത്രു നമ്മുടെ മേൽ ഇട്ടിരിക്കുന്ന അതിർവരമ്പുകൾ കാണുമായിരിക്കാം. ഇതിനപ്പുറം നീ പോകത്തില്ല, ഇതിനപ്പുറം നിന്റെ തലമുറകൾ പോകത്തില്ല, ഇതിനപ്പുറം നിനക്ക് നന്മ അനുഭവിക്കുവാൻ, നിനക്ക് സന്തോഷം അനുഭവിക്കാൻ കഴിയാതെ ചില അതിർവരമ്പുകൾ ഇട്ടിരിക്കുമ്പോ ഈ പകൽക്കാലം കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നിട്ടൊന്ന് പ്രാർത്ഥിക്കേ. നിന്റെ അതിരുകളെ
അതിരുകളെ വിസ്താരമാക്കി തീർക്കുവാൻ കഴിയുന്ന, നിന്റെ അതിരുകളെ മാറ്റുവാൻ കഴിയുന്ന, ശത്രു ഇട്ടിരിക്കുന്ന ചില അതിർവരമ്പുകളെ നിന്നെ നോക്കി, നിന്റെ തലമുറകളെ നോക്കി ഇട്ടിരിക്കുന്ന ചില അതിർവരമ്പുകളെ മാറ്റുവാൻ കഴിയുന്ന, അതിനെ വിസ്താരമാക്കി തീർക്കുവാൻ കഴിയുന്ന സർവശക്തനോടൊന്ന് അപേക്ഷിച്ചു തുടങ്ങുക. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇവിടെ യേശു ദൈവത്തോട് പ്രാർത്ഥിച്ച്, നീ എന്നെ അനുഗ്രഹിച്ചിട്ട് എന്റെ അതിർ വിസ്താരമാക്കണം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ നീ ശബ്ദം കേൾക്കുമ്പോ ചിലർ ഇട്ടിരിക്കുന്ന ചില അതിർവരമ്പുകളെ ദൈവം പൊട്ടിച്ചു മാറ്റുകയാണ്. ഹല്ലേലൂയ. ലോകം നിന്നെ നോക്കിയിട്ട് ചില അതിർവരമ്പുകളല്ലേ, നീ എത്രയൊക്കെ ശ്രമിച്ചാലും ഇത്രേ നിൽക്കത്തുള്ളൂ, ഇതിനപ്പുറം പോകത്തില്ല എന്ന് പറഞ്ഞ് ലോകം നിന്റെ മുമ്പിലിട്ട, നിന്റെ തലമുറയുടെ മേൽ ഇട്ട, നിന്റെ കുടുംബജീവിതത്തിന്റെ മേലിട്ട, നിന്റെ ബിസിനസിന്റെ മേലിട്ട, നിന്റെ ശുശ്രൂഷയുടെ മേൽ നിയമിച്ചിട്ട ചില അതിർവരമ്പുകളെ എന്റെ സ്വർഗത്തിലെ ദൈവം യേശുവിന്റെ നാമത്തെ ഈ പകൽക്കാലം പൊട്ടിച്ചു മാറ്റുകയാ. പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം ചില മേഖലയ്ക്ക് ചലിക്കുക, ചില അതിർവരമ്പുകളെ ദൈവം മാറ്റുകയാ. ഒരു വിസ്താരമായ സ്ഥലത്തേക്ക്, ഒരു ഞെരുക്കത്തിൽ നിന്ന് ദൈവം നിന്നെ വിശാലമായ അനുഭവത്തിലേക്ക് ഈ പകൽക്കാലം കരം പിടിച്ച് കയറ്റിയ. ഹല്ലേലൂയ. ചില അതിർവരമ്പുകൾ നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ നീ പറയുന്നില്ലേ, ഞാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ട് ഇതിനപ്പുറം എനിക്ക് പോകാൻ കഴിയുന്നു, ഇതിനകത്ത് മാത്രം ഒതുങ്ങുന്നു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ സ്തോത്രം, ഇട്ടിരിക്കുന്ന ചില അതിർവരമ്പുകൾ, മാനുഷിക വാക്കുകൾ കൊണ്ടിട്ടിരിക്കുന്ന അതിർവരമ്പുകൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പൊട്ടി മാറുകയാ. സ്തോത്ര. ഹല്ലേലൂയ. ചില ദേശത്തിന്റെ നന്മകൾ നിന്റെ തലമുറകൾ അനുഭവിക്കാതിരിക്കുക ശത്രു ഇട്ടിരിക്കുന്ന ചില അതിർവരമ്പുകൾ, ചില അസൂയയുടെ അതിർവരമ്പുകളെ ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം ഈ പകൽക്കാലം പൊട്ടിച്ചു മാറ്റുകയാ. ചില അതിരുകൾ വിസ്താരമാക്കാൻ പോകുകയാ. നിന്റെ തലമുറ തെക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാറോട്ട് പരക്കത്തക്ക രീതിയിൽ ഒരു വിസ്താരമായ അനുഭവത്തിലേക്ക് ദൈവം ചിലതിനെ ചേഞ്ച് ചെയ്യാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്ക, ദൈവത്തോട് അപേക്ഷിച്ചു തുടങ്ങ്. കർത്താവേ, ഈ അതിർവരമ്പിനകത്ത് നിൽക്കാനല്ല, ഈ അതിർവരമ്പുകളിൽ നിന്ന് ഒരു വിസ്താരമായ അനുഭവത്തിലേക്ക് ഹല്ലേലൂയ അടുത്തൊന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നിന്റെ കൈ എന്നോട് കൂടി ഇരുന്ന്. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, ദൈവത്തിന്റെ കൈ നമ്മോട് കൂടെ ഇരുന്ന പ്രിയതേ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ വിടുതലാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരം നമ്മോട് കൂടെ ഇല്ലെങ്കിൽ നാം ചെയ്യുന്നതൊക്കെയും ശൂന്യമായി തീരുവാനായിട്ട് ഇടയായിത്തീരും. ദൈവത്തിന്റെ കരം നമ്മോട് കൂടെ ഇരുന്ന ഹല്ലേലൂയ. ജോസഫിന്റെ കൂടെ ദൈവം ഇരുന്നത് കൊണ്ട് അവന്റെ കൈയുടെ പ്രവർത്തികൾ സാധ്യമായി തീർന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. അവന്റെ കൈയുടെ പ്രവർത്തികൾ സഫലമായി തീർന്നു എന്ന് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ ഇവിടെ കാണുവാൻ സാധിക്കുന്നു, ദൈവത്തിന്റെ കൈ നമ്മോട് കൂടെ ഇരുന്ന ഹല്ലേലൂയ നാം ചെയ്യുന്നതൊക്കെ സാധിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. നമുക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കൈ നമുക്ക് വേണ്ടി ഉയർന്നിരിക്കുമ്പോ നമുക്ക് ജയിക്കുവാനായിട്ട് ഇടയായിത്തീരാം. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവ പൈതലെ, ഈ പകൽക്കാലം വിശ്വസിക്ക, ദൈവത്തിന്റെ കൈ എന്റെ കൂടെ ഇരിക്കണമേ എന്ന്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ കൈ നമ്മുടെ കൂടെ ഇരിക്കണമെങ്കിൽ, അതൊരു ഭാരമായി തീരാതെ ഒരു അനുഗ്രഹമായി തീരണമെങ്കിൽ നാം കർത്താവിനോട് കൂടെ ചേർന്ന് നിൽക്കുവാനായിട്ട് ഇടയായി തീർണം. ഹല്ലേലൂയ. എങ്ങനെയും നടന്നു കഴിഞ്ഞാൽ കർത്താവിന്റെ കരം നമ്മോട് കൂടെ ഇരിക്കാൻ കഴിയത്തില്ല. പക്ഷെ കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയെ നാം കർത്താവിനോട് അടുത്ത് ചെല്ലുവാനായിട്ട് ഇടയായിത്തീരുമ്പോ കർത്താവിന്റെ കൈ നമ്മോട് കൂടെ ഇരിക്കുവാനായിട്ട് ഇടയായിത്തീരും. എബേസ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്, നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് ഹല്ലേലൂയ അനർത്ഥം എനിക്ക് ബസ്സിനെ കാരണമായി തീരാതവണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു. ഹല്ലേലൂയ. അതേ, അനർത്ഥം എനിക്ക് വ്യസനത്തിന് കാരണമായി തീരാതവണ്ണം. ഓ ഹല്ലേലൂയ. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാക്കുന്നു, എങ്കിലും യഹോവ അവനെ വിടുവിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി അനർത്ഥങ്ങൾ കടന്നു വരും, പക്ഷേ അത് വ്യസനത്തിന് കാരണമായി തീരാതവണ്ണം തീർണമെങ്കിൽ ദൈവത്തിന്റെ കൈ നമ്മോട് കൂടെ ഇരിക്കണം. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില വ്യസനത്തിന്റെ അനുഭവങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം മാറ്റുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തിട്ട് അപേക്ഷിക്കാമോ? ഹല്ലേലൂയ. നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന അനർത്ഥം വ്യസനത്തിന് കാരണമായി തീരാതിരിക്കണമെന്ന്. ഹല്ലേലൂയ.
അനർത്ഥ ദിവസത്തെ അവൻ നിന്റെ കൂടാരത്തിൽ ഒളിപ്പിച്ച് തിരുനിവാസത്തിന്റെ മറവിൽ മറച്ച് നിന്നെ ഒളിപ്പിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഹല്ലേലൂയ. ആ കർത്താവിന്റെ കരം ഈ പൽക്കാലം നിനക്ക് വേണ്ടി ചലിക്കാം. അനർത്ഥ ദിവസത്തെ ദൈവം നിന്നെ മറയ്ക്കും. ഹല്ലേലൂയ. അനർത്ഥം നിനക്കും വ്യസനത്തിന് കാരണമായി തീരുകയില്ല. സ്തോത്ര. പ്രിയ ദൈവ പൈതലേ, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുന്ന ദൈവസ്ഥനി വിശ്വസ്തയോടെ ആയിരിക്കുന്ന ദൈവ പൈതലേ, ഈ പൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, അനർത്ഥം നിന്നെ വിട്ടു വഴിമാറിപ്പോക്കും. ഹല്ലേലൂയ. ശത്രു നിന്റെ അനർത്ഥത്തിന് വേണ്ടി നിന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നതിനെ എന്റെ ദൈവം നന്മയ്ക്കാക്കി തീർക്ക. ദൈവം ചിലതിനെ നിന്റെ മുമ്പിൽ നിന്ന് മാറ്റിവിടുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. നിന്റെ ഭവനത്തിനെതിരായി കൊണ്ടുവന്ന ചില അനർത്ഥങ്ങൾ, നിന്റെ തലമുറയ്ക്കെതിരായി കൊണ്ടുവന്ന ചില അനർത്ഥത്തിന്റെ അനുഭവങ്ങളെ ഈ പകൽക്കാലം ദൈവത്തിന്റെ കൈ നിന്റെ കൂടെ ഇരുന്ന് അതിന് വ്യസന കാരണമായി തീരാതവണ നിന്നെ കാക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഹല്ലേലൂയ. ചിലതൊക്കെ വന്നു ഭവിക്കുമെന്നോർത്ത് ഭാരപ്പെടുന്നവരോട് ഈ പൽക്കാലം പരിശുദ്ധാത്മ വിളിച്ചു പറയുന്നു, അനർത്ഥ ദിവസത്തിൽ നിന്നെ മറയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. അനർത്ഥം നിനക്ക് ഭവിക്കാതെ വണ്ണം ഹല്ലേലൂയ നിന്നെ കാക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ആ കർത്താവിന്റെ കരം ഈ പകൽക്കാലം മുതൽ നിനക്ക് വേണ്ടി ചലിക്കുക. ഹല്ലേലൂയ. ഈ 4 കാര്യങ്ങളെ യബ്ബേസ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. വ്യക്തമായി അവിടെ 4 കാര്യങ്ങളെ ഫോക്കസ് ചെയ്ത് അവിടെ പ്രാർത്ഥിച്ചു. 1, ഞാൻ പറഞ്ഞു, നിശ്ചയമായി ദൈവം അനുഗ്രഹിക്കണം. 2, കാണുവാനായിട്ട് സാധിക്കുന്നു, എന്റെ അതിരുകൾ വിസ്താരമാകണം. 3, ദൈവത്തിന്റെ കൈ എന്നോട് കൂടിയിരിക്കണം. അനർത്ഥം എനിക്ക് വ്യസനത്തിന് കാരണമായി തീരാതെ ഇരിക്കുകയും ചെയ്ത കൊള്ളാമായിരുന്നു. ഇത് അവന്റെ ഒരു ആഗ്രഹമാണ്. സ്തോത്ര. ഹല്ലേലൂയ. അവനൊന്ന് ആഗ്രഹിക്കുക, ഇത് നടന്നിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന്. സ്തോത്രം. ഹല്ലേലൂയ. ഒന്ന് ആഗ്രഹിക്കുവാനായിട്ട് ഇടയായി തീർന്നപ്പോ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. സ്തോത്രം. അങ്ങനെ ഈ നിശബ്ദം കേൾക്കുന്ന ദൈവ പൈതലേ, നിന്നോട് പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, നീ ദൈവസനിൽ അപേക്ഷിക്കുന്നതിനെ ദൈവം നിനക്ക് നൽകുന്ന പകൽക്കാലം അത്രേ. ഹല്ലേലൂയ. വിശ്വാസത്തോടു കൂടെ നീ വചനത്തെ ഏറ്റെടുക്കുവാനായിട്ട് ഇടയായി തീരുമ്പോ, ദൈവസനി വിശ്വാസത്തോടു കൂടെ വിശ്വസ്തയോടു കൂടി ദൈവത്തോട് അപേക്ഷിച്ചു തുടങ്ങുമ്പോ നിന്റെ അപേക്ഷയെ ദൈവം നിനക്ക് നൽകും. ഹല്ലേലൂയ. അതേ, മാറ്റിവെക്കുന്ന ഒരു ദൈവമല്ല, പിന്നീട് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കുന്ന ഒരു ദൈവമല്ല. യബ്ബേസ് ദൈവസനെ പ്രാർത്ഥിച്ചതിനെ ദൈവം അവന്റെ ജീവിതത്തിൽ നൽകിയെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, നീ അപേക്ഷിക്കുന്നതിനെ സ്വർഗത്തിലെ ദൈവം നിന്റെ ജീവിതത്തിൽ തരും. നീ എന്താണ് അപേക്ഷിക്കുന്നത്? നിന്റെ തലമുറയുടെ വിടുതലിന് വേണ്ടിയാണോ അപേക്ഷിക്കുന്നത്? നിന്റെ കുടുംബ ജീവിതത്തിന് വേണ്ടി ഇന്ന രീതിയിൽ ഒരു വിടുതൽ ലഭിച്ചിരുന്നുവെങ്കിൽ, എന്റെ തലമുറയുടെ മേൽ ഇന്ന ഒരു വിടുതൽ ലഭിച്ചിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് നിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ആഗ്രഹത്തിൽ നിന്ന്. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, ജീവിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നിന്റെ അപേക്ഷകളെ ദൈവം തമ്പുരാൻ സ്തോത്രം ഉപേക്ഷിച്ച് കളയത്തില്ല. സ്തോത്രം. നിന്റെ അപേക്ഷകളെ ദൈവം നിരസിച്ച് കളയത്തില്ല. നാം കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട്, ദൈവത്തോട് പറ്റി നിന്നുകൊണ്ട് നീ ഒന്ന് അപേക്ഷിക്കാൻ തുടങ്ങുമ്പോ നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുവാനായിട്ടിടയായി തീരും. 1 ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, വ്യസനത്തോടു കൂടി ഹന്ന ദൈവസനി കരയുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ എന്ത് ചെയ്യുന്നു? ഹല്ലേലൂയ. അതേ, സ്തോത്രം. പുരോഹിതൻ അത് കണ്ടിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു, അവളെ പരിഹസിക്കുവാനായിട്ട് ഇടയായി തീർന്നു. പക്ഷെ അതിന് മറുപടിയായിട്ട് ഹന്ന പറയുന്ന ഒരു ഉത്തരമുണ്ട്, അങ്ങനെയല്ല യജമാനെ, ഞാൻ മനോവസനമുള്ള ഒരു സ്ത്രീ, ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. യഹോവയുടെ സന്നിധിയിൽ എന്റെ ഹൃദയം പകരുകയത്രേ. അടിയനൊരു നീച സ്ത്രീയായി വിചാരിക്കരുത് എന്നൊക്കെ അവിടെ പറഞ്ഞിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതിന് ഏലി പുരോഹിതൻ മറുപടി കൊടുക്കുന്ന ഒരു ഭാഗമുണ്ട്. സ്തോത്ര. സമാധാനത്തോടെ പോയിക്കൊള്ളുക, ഇസ്രായേലിന്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ എന്ന് ഉത്തരം പറയുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയതേ മക്കളെ, ആ ഏലി പുരോഹിതൻ അപ്രകാരം പറഞ്ഞു. അവൾ എഴുന്നേറ്റ് പോയി, അവളുടെ മുഖം പിന്നെ വാടിയില്ല. ദൈവം അവളെ ഓർത്തു എന്ന് വചനത്തിൽ കാണുവാൻ സാധിക്കുമ്പോ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ആ ചാപ്റ്ററിന്റെ ഒടുവിലേക്ക് കടന്നു വരുമ്പോ 27-ാം അധ്യായത്തിൽ വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു, ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. അങ്ങനെ ഈ പൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ വ്യസനത്തിന്റെ കാഠിന്യത്തിൽ നിന്നുകൊണ്ട് എന്റെ ജീവിതത്തിനകത്ത് ഒരു വിടുതൽ ലഭിച്ചിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് നീ ആഗ്രഹിച്ച്, ഈ അവസ്ഥയ്ക്കൊരു മാറ്റം കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമെന്ന് ചിന്തിച്ച് നീ ദൈവസനിൽ അപേക്ഷിക്കുന്നതിനെ ദൈവം നിന്റെ ജീവിതത്തിൽ നൽകും. ഹല്ലേലൂയ.
ഇവിടെ പറയുന്നുണ്ട്, ഹന്ന വന്ന് പറയുന്നു, അവക്ക് ഒന്നാമത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആരംഭത്തിൽ വ്യസനമുണ്ട്, പരിഹാസമുണ്ട്, കണ്ണുനീരുണ്ട്, കരഞ്ഞു പട്ടിണി കിടക്കുന്ന അനുഭവമുണ്ട്. എന്നാൽ ഒടുവിൽ അവള് എന്തിനു വേണ്ടി കരഞ്ഞുവോ, എന്തിനു വേണ്ടി അവളെ ഹൃദയത്തെ ദൈവസ്വനെ പകർന്നു കൊടുത്ത് ദൈവത്തോട് അപേക്ഷിച്ചു. അവൾ മനുഷ്യനോടല്ല അപേക്ഷിച്ചത്. ഹല്ലേലൂയ. അവൾ പുരോഹിതനോടല്ല അപേക്ഷിച്ചത്. അവൾക്ക് പരിഹാരം കൊടുക്കുവാൻ കഴിയുന്ന, അവളെ ഗർഭത്തെ തുറക്കുവാൻ കഴിയുന്ന സർവശക്തനോട് അവൾ അപേക്ഷിക്കുവാൻ തയ്യാറായപ്പോ അവൾ പറയുവാൻ മറുപടിയുമായിട്ട് അവളെ നിർത്തി, ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ. ഇപ്പോൾ മനുഷ്യരോടല്ല നീ അപേക്ഷ കഴിക്കേണ്ടത്. നീ റൂമിനകത്ത് കയറിയിരുന്ന് നിന്റെ ദൈവത്തോട് നീ ചില അപേക്ഷകൾ കൊടുക്കുക. ഹല്ലേലൂയ. നീ മനുഷ്യരോട് ഒത്തിരി എടുത്ത് കൊടുത്തില്ലേ? നിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഒത്തിരി ഇടത്ത് ചിലപ്പോൾ നടന്നവരായിരിക്കാം. സ്തോത്രം. നിന്റെ കയ്യിലുള്ള സ്തോത്രം ഓരോ നന്മകൾ ലഭിക്കേണ്ടതിനായിട്ട് നീ പലയിടത്തും നിന്റെ സാമ്പത്തികം കൊണ്ട് ഇത്ര എന്റെ കയ്യിലുണ്ട്, എനിക്കൊരു ഇതിനകത്തുനിന്ന് ഒരു വിടുതൽ വേണം, എന്റെ ജോലിയിൽ എനിക്കൊരു വിടുതൽ വേണം, പല കാര്യങ്ങൾ പറഞ്ഞ് നീ പലയിടത്തും പോയി അപേക്ഷ കഴിച്ചില്ലേ? പക്ഷെ ഇപ്പോൾ കാലം പറയട്ടെ, നീ കർത്താവിനോട് അപേക്ഷിച്ചു കഴിഞ്ഞാൽ കർത്താവ് നിന്റെ അപേക്ഷ നിരസിക്കില്ല. ഇനി ശബ്ദം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു, പലയിടത്തും പോയി പല അപേക്ഷകളെ നീ കഴിച്ചില്ലേ? പലതിന്റെ മുമ്പാകെ പോയി നിന്ന് നീ കൈ നീട്ടിയില്ലേ? ഹല്ലേലൂയ. അവരൊക്കെ നിന്റെ മുമ്പാകെ മുഖം മറച്ചു കളയുമ്പോ, നീ അപേക്ഷിച്ചിട്ട് മറുപടി തരാതിരിക്കുമ്പോ, ഇവിടെ ഹന്ന ഒന്നാമത്തെ ദൈവത്തോട് അപേക്ഷിച്ചുവെങ്കിൽ ആ ഒന്നാമത്തെ തീരുന്നതിന് മുമ്പേ അവിടെ അപേക്ഷയുടെ മറുപടിയുമായിട്ട് ദൈവം അവളെ നിർത്തുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ നീ പകൽക്കാലം ഞാൻ പറയട്ടെ പ്രിയ ദൈവമക്കളെ, പലരോടും അപേക്ഷ കഴിച്ചത് മതിയാക്ക്. സ്തോത്രം. പലതിന്റെ മുമ്പാകെ ചെന്ന് കുമ്പിട്ട് നിന്ന് അപേക്ഷ കഴിച്ചത് മതിയാക്കിയിട്ട് നിന്റെ അപേക്ഷയെ നിവർത്തിക്കുവാൻ കഴിയുന്ന, നിനക്ക് വിടുതൽ തരുവാൻ കഴിയുന്ന, നിന്നെ രക്ഷിപ്പാൻ കഴിയുന്ന, നിന്റെ തലമുറയെ വിടുവിപ്പാൻ കഴിയുന്ന ആ സർവശക്തനോടൊന്ന് അപേക്ഷിച്ചു തുടങ്ങ്. കർത്താവേ, എന്റെ ജീവിതത്തിനകത്ത് ഇതിനകത്തൊന്നും ഒരു വിടുതൽ ലഭിച്ചിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു, ഈ നന്മ ലഭിച്ചിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞ് നീ ദൈവത്തോടൊന്ന് അപേക്ഷിച്ചു തുടങ്ങ്. ഈ പകൽക്കാലം നിന്റെ ജീവിതത്തിന്റെ ചരിത്രം മാറും. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ മാറും. ലോകം നിന്റെ മേലിട്ടിരിക്കുന്ന ചില പേരുകളെ ദൈവം മാറ്റുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. പ്രിയതേ മക്കൾ, ഇവിടെ കാണുവാൻ സാധിക്കുന്നു, ഹന്ന പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഈ പൈതൻ ബാലന് വേണ്ടി ദൈവത്തോട് അപേക്ഷിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തോട് അപേക്ഷ കഴിക്കുന്നതിന് വ്യക്തമായിട്ടുള്ള ചില ഹല്ലേലു കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. സ്തോത്രം. വ്യക്തതയോട് കൂടി ഹല്ലേലു ദൈവത്തോട് നാം ഒന്ന് അപേക്ഷിച്ചു തുടങ്ങണം. സ്തോത്രം. അതിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി ചലിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. ഹന്ന ദൈവസന്നിധി ഒരു തലമുറയ്ക്ക് വേണ്ടി ദൈവത്തോട് അപേക്ഷിച്ചു. ആ തലമുറയെ കൊടുക്കൂ. ഹല്ലേലൂയ. ആ തലമുറയുമായിട്ട് പുരോഹിതന്റെ അടുക്കൽ വരുവാനായിട്ട് ഇടയായി തീർന്നുവെങ്കിൽ യബ്ബേസ് ദൈവത്തോട് അപേക്ഷിച്ചോ, ദൈവം അവൻ അപേക്ഷിച്ചതിനെ നൽകിയെന്ന് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. നാം വായിച്ച ഭാഗത്ത് കാണുവാൻ സാധിക്കുന്നു. നിന്റെ അപേക്ഷകളൊക്കെയും അവൻ നിവർത്തിക്കുമാറാകട്ടെ. അങ്ങനെയെങ്കിൽ അങ്ങനെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാമോ? ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, പലയിടത്തും നാം പോയി അപേക്ഷിച്ച് കാണുമായിരിക്കാം. പക്ഷെ ഒരിടത്തൊന്നും ഒരു വിടുതൽ ഇല്ലാതിരിക്കുമ്പോ, ഒരു മറുപടി ഇല്ലാതിരിക്കുമ്പോ, നിന്റെ അപേക്ഷകളൊക്കെ റിജക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു കിട്ടുമ്പോ, ഈ പകൽക്കാലം നിന്റെ പ്രാർത്ഥന റൂമിനകത്ത് കയറി ദൈവവുമായിട്ടുള്ള ഒരു ഉടമ്പടിക്കകത്ത്, ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിനകത്തേക്ക് കയറിയിട്ട് പറയാമോ, അപ്പാ ഈ വിഷയത്തിനകത്തൊരു വിടുതൽ ലഭിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു, ഈ വ്യസനം എന്റെ ജീവിതത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു, ഈ അനർത്ഥം എനിക്ക് വ്യസനത്തിന് കാരണമായി തീരാതെ ദൈവത്തിന്റെ കൈ എന്റെ കൂടെ ഇരുന്നുവെങ്കിൽ നീ എന്നെ നിശ്ചയമായിട്ടും അനുഗ്രഹിക്കണം. ഹല്ലേലൂയ. യബ്ബേസ് ദൈവത്തോട് പ്രാർത്ഥിച്ചതാ, നീ എന്നെ നിശ്ചയമായിട്ടും അനുഗ്രഹിക്കണം. അവന്റെ മേൽ അനുഗ്രഹം ഉണ്ടായെങ്കിൽ അവൻ ആ അനുഗ്രഹത്തെ ഒരു ഹല്ലേലൂയ കാണുവാൻ, സ്തോത്രം, അനുഭവിക്കാൻ കഴിയാതിരിക്കുമ്പോ, മാന്യൻ എന്നുള്ള പദവി അവന്റെ മേൽ കടക്കുമ്പോഴും അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, നീ എന്നെ നിശ്ചയമായിട്ട് അനുഗ്രഹിച്ച് എന്റെ അതിരുകളെ വിസ്താരമാക്കണം. യബ്ബേസ് ദൈവത്തോട് പ്രാർത്ഥിച്ചതിനെ ദൈവം അവന് നൽകിയെങ്കിൽ, എന്നെ ശബ്ദം കേൾക്കുന്ന ദൈവ പൈതലേ, നീ പകൽക്കാലം ദൈവസനെ കടന്നു വന്ന് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി വിശ്വസ്തയോടും പരമാർത്ഥതയോടും ഹല്ലേലൂയ നീ ദൈവസനിൽ എന്ത് അപേക്ഷ കഴിക്കുന്നുവോ അത് സ്വർഗത്തിലെ ദൈവം നിനക്ക് നൽകി
തരും. നിന്റെ അപേക്ഷയെ നിവർത്തിച്ചു തരുന്ന ഒരു സ്വർഗത്തിലെ ദൈവം ഉണ്ട്. ഹല്ലേലൂയ. നിന്റെ അപേക്ഷകളെ പൂർത്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ അപേക്ഷകളെ, നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹത്തെ ഇത് നടന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ചിന്തിക്കുന്ന ചില വിഷയങ്ങളുടെ നടുവേ നീ ദൈവസനിൽ അപേക്ഷ കൊടുക്ക. ആ അപേക്ഷയെ ദൈവം ചെയ്തു തരുവാനായിട്ടിടയെ തരും. അങ്ങനെ ഈ പൽക്കാലം ഞാൻ പറയട്ടെ, നിങ്ങളുടെ അപേക്ഷകളെ സ്വർഗത്തിലെ ദൈവം നിവർത്തിച്ചു തരും. ആ ചില അനുഭവത്തിലേക്ക്, വിടുതലിലേക്ക് ഈ പകൽക്കാലം നമുക്കൊന്ന് കടക്കാം. ഇന്ന് വിശ്വസിക്കുക, നിന്റെ അപേക്ഷകളെ ദൈവം ഉപേക്ഷിച്ച് കളയത്തില്ല. നിന്റെ അപേക്ഷകളെ ദൈവം നിവർത്തിച്ചു തരും. ചില അപേക്ഷകൾ നിവർത്തീകരിക്കപ്പെടുന്ന പകൽക്കാലം അത്രേ. ചില അപേക്ഷയുടെ മറുപടികൾ നിന്റെ കരത്തിൽ വെളിപ്പെട്ടു വരുന്ന പകൽക്കാലം അത്രേ. അങ്ങനെ അങ്ങ് വിശ്വസിക്കുക, ദൈവകരം ചലിക്കും. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ ശബ്ദം ശ്രവിക്കുന്നവരുടെ ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. അവർ ദൈവസനിൽ അപേക്ഷിക്കുന്നതിനെ സ്വർഗത്തിലെ ദൈവം ഈ പകൽക്കാലം അവർക്ക് ചെയ്തു കൊടുക്കണമേ. വിശ്വസ്തയോട് കർത്താവിന്റെ സനിലേക്ക് കടന്നു വന്ന അപ്പാ, ഇതിനകത്തുനിന്ന് ഒരു വിടുതൽ ലഭിച്ചിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ഹല്ലേലൂയ ആഗ്രഹിച്ച് ദൈവസനിൽ അപേക്ഷിക്കുന്നതിനെ ഈ പകൽക്കാലം ദൈവം തമ്പുരാൻ അത് നിവർത്തിച്ചു കൊടുക്കണമേ. അപ്പാ, യബേസ് ദൈവസനിൽ അപേക്ഷിച്ചതിനെ ദൈവം നൽകി കൊടുത്ത ദൈവം, ഹന്ന ദൈവസനിൽ അപേക്ഷിച്ചതിനെ ദൈവം ചെയ്തു കൊടുത്തുവെങ്കിൽ ഈ പകൽക്കാലം കർത്താവേ, ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളുടെ അപേക്ഷയെ നിരസിക്കുന്ന ദൈവമല്ല. ഞങ്ങളുടെ അപേക്ഷകളെ കർത്താവേ നിവർത്തിച്ചു തരുന്നതേ. മരിക്കാൻ സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്നവരുടെ മേൽ ചില അപേക്ഷകൾ കർത്താവേ ഈ പകൽക്കാലം നിവർത്തീകരിക്കപ്പെടട്ടെ. ചില മറുപടികൾ യേശുവിന്റെ നാമത്തിൽ അവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരട്ടെ. കർത്താവേ, അങ്ങ് ചെയ്യുന്ന അത്ഭുതത്തിനായ സ്തോത്രം. അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ തന്റെ ജനത്തെ ബ്ലസ് ചെയ്തു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്ന സ്തോത്രം. സകലമാനവും മഹത്വം അങ്ങേക്കായി തരുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.